വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു തിയറി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ബാങ്ക് ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോഴത്തേക്കും ആ പേഴ്സൺ ആ പൈസ തിരിച്ചു തരുമോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു മോഡലാണ് ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് ഈസ് ഈക്വൽ ടു പ്രെഡിക്റ്റിംഗ് ലോൺ ഫെയിലിയർ. അതായത് ബാങ്ക് അയാളുടെ ഡേറ്റയും അതേപോലെ തന്നെ ടെക്നോളജിയും യൂസ് ചെയ്തിട്ടാണ് ആ ചാൻസ് ഓഫ് ഡിഫോൾട്ട് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്നത്. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴോ ബിഗ് ഡേറ്റയും എഐയും വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസ് നമുക്കിപ്പോൾ കിട്ടാറുണ്ട്. വാട്ട് ഡേറ്റ ദേ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രഡീഷണൽ ഡേറ്റ ഉപയോഗിക്കാറുണ്ട്. അതായത് അവിടെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. അതായത് നമ്മൾ പൈസ കൊടുക്കുന്ന ആളുടെ സാലറി, ജോബ്, അയാളുടെ പാസ്റ്റ് ലോൺസ്, ക്രെഡിറ്റ് സ്കോർ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ട്രാ ക്ലൂസ് ആണ്. അതായത് സ്പെൻഡിങ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, ഈവൻ അയാളുടെ ഓൺലൈൻ ബിഹേവിയർ എങ്ങനെയാണെന്ന് വരെ ഈ ഓൾട്ടർനേറ്റീവ് ഡേറ്റയിൽ വരുന്നുണ്ട്. ഇനി റിയൽ ടൈം ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും കറൻറ്റ് സിറ്റുവേഷനാണ്, മാർക്കറ്റ് ചേഞ്ചസ്, അതേപോലെ തന്നെ റീസെൻറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നോക്കുന്നത്. കൂടുതൽ ഡേറ്റ നമ്മൾ എടുക്കും തോറും അവിടെ ബെറ്റർ ആയിട്ടുള്ള പ്രഡിക്ഷനാണ് ചാൻസ് കൂടുന്നത്. ഇനി ഹൗ ബിഗ് ഡേറ്റ ഹെൽപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂൾസ് ആയിട്ടുള്ള ഹഡൂബ്, അതേപോലെ തന്നെ സ്പാർക്ക്, ഇതെല്ലാമാണ് ഹ്യൂജ് ഡേറ്റനെ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും. പിന്നെ AI അല്ലെങ്കിൽ ML മോഡൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാങ്ക്സിനെ ഇതെങ്ങനെയാണ് ബിഗ് ഡേറ്റ എങ്ങനെയാണ് ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാസ്റ്ററും സ്മാർട്ടറും ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനാണ് ഈ ബിഗ് ഡേറ്റ ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കീ ഐഡിയ ഇൻസൈഡ് ദ മോഡൽ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ 3 റിസ്ക് ആണുള്ളത്. ഡിഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ വിൽ ദ പേഴ്സൺ ഫെയിൽ ടു റീപേ എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ നമുക്ക് കാശ് തരാതിരിക്കുമോ എന്നുള്ളതാണ്. എക്സ്പോഷർ അറ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്നത് EAD എന്ന് പറയുന്നത് ഹൗ മച്ച് മണി ഈസ് അറ്റ് റിസ്ക് വെൻ ഡിഫോൾട്ട് ഹാപ്പൻസ്. ഒരു ഡിഫോൾട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും എത്രത്തോളം മണിയാണ് ആ റിസ്കിൽ ഇരിക്കുന്നത് എന്നാണ് അവിടെ വരുന്നത്. ഈ ലോസ് ഗിവൺ ഡിഫാൾട്ട് എന്നുള്ളതാണ് മൂന്നാമത് വരുന്നത്. ഹൗ മച്ച് മണി ബാങ്ക് വിൽ ആക്ച്വലി ലോസ് ആഫ്റ്റർ റിക്കവറി. അതായത് റിക്കവറി കഴിഞ്ഞിട്ട് എത്രത്തോളം മണിയാണ് ബാങ്കിന് നഷ്ടമാകുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്കൊരു സിമ്പിളായിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങളൊരു 10,000 റുപ്പീസ് കടം കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 20% ആണ് അവൻ നമുക്ക് തിരിച്ച് ആ പൈസ തരാതിരിക്കാനുള്ള ചാൻസ്. അതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇഫ് ദേ ഫെയിൽ, ഇനി അവൻ തരാതിരുന്നാലോ ആ 10,000 രൂപയും നമ്മുടെ റിസ്കിലല്ലേ. അതാണ് നമ്മുടെ EAD എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു 4,000 വരെ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കാൻ പറ്റി. ബാക്കി 6,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഗിവൺ ഡിഫോൾട്ടാണ്, LGD ആണ്. ഇത്രയാണ് നമ്മുടെ ക്രെഡിറ്റ് റിസ്ക് മോഡലിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് യൂസസ് ഡേറ്റ, AI ആൻഡ് ബിഗ് ഡേറ്റ ടെക്നോളജീസ് ടു പ്രെഡിക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ലോൺ ഡിഫോൾട്ട് ആൻഡ് എസ്റ്റിമേറ്റ് പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ലോസ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഇത്രയാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇത് ക്രെഡിറ്റ് റിസ്ക് മോഡലിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഫിഗറാണ്. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ജെയിൻ എന്ന് പറയുന്ന ഒരാൾ ലോൺ എടുത്തിട്ട് അത് തിരിച്ച് തരുവാണെങ്കിൽ ബാങ്കിൽ ഉണ്ടാവുന്ന ഏണിങ്സും തിരിച്ച് തരാണ്ടിരിക്കുവാണെങ്കിൽ ബാങ്കിൽ ഉണ്ടാവുന്ന ലോസുമാണ് ഈ ഫിഗർ വഴി കാണിച്ചിരിക്കുന്നത്. ഇതും കൂടെ വരച്ചാൽ മതി.